ഹായ് എവരി വൺ. ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് മൈക്രോസോഫ്റ്റ് എക്സലിൽ എങ്ങനെയാണ് ഒരു സെർച്ച് ബോക്സ് ക്രിയേറ്റ് ചെയ്യുന്നതെന്നുള്ളതാണ്. അപ്പോൾ സെർച്ച് ബോക്സ് എന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാം, ഒരു ഡേറ്റാ ബേസിൽ എപ്പോഴും ഒരു എംപ്ലോയിയുടെ പേരുണ്ടാവും, അല്ലെങ്കിൽ ഒരു സ്റ്റുഡൻറ്റിൻ്റെ പേര്, അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റിൻ്റെ പേരുണ്ടാവും. ഇവയിൽ ഏതെങ്കിലും ഒന്ന് സെർച്ച് ചെയ്ത് അവരുടെ ഫുൾ ഡീറ്റെയിൽ ഹൈലൈറ്റ് ചെയ്ത് വരുന്നതിനാണ് നമ്മൾ ഈ സെർച്ച് ബോക്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. നമ്മൾ മൈക്രോസോഫ്റ്റ് എക്സലിൽ സെർച്ച് ബോക്സ് ക്രിയേറ്റ് ചെയ്യുന്നത് കണ്ടീഷണൽ ഫോർമാറ്റിംഗ് ഉപയോഗിച്ചാണ്. അപ്പം അത് നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റമാണ്. ഇവിടെ എന്തൊക്കെ ഉണ്ടാവും? ഇവിടെ എംപ്ലോയിയുടെ എപ്പോഴും ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൽ എംപ്ലോയിയുടെ നെയിം ഉണ്ടാവും, ഡിപ്പാർട്ട്മെൻറ്റ്, അല്ലെങ്കിൽ ബേസിക് സാലറി, ഹൗസിംഗ് അലവൻസ്, TA, നെറ്റ് സാലറി, ജോയിൻ ഡേറ്റ, ഗ്രേഡ്. ഇതൊരു ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം ആണ്. അപ്പോൾ ഇവിടെ വന്നിട്ട് നെയിമിനെ ബേസ് ചെയ്തിട്ട് നമുക്കൊന്ന് സെർച്ച് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പോൾ ഞാനിവിടെ വന്നിട്ട് ഈ മാത്യു എന്നുള്ളത് സെലക്ട് ചെയ്ത് ഞാനിവിടെ സെലക്ട് ചെയ്താൽ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ഇത് ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചു തരണം. അപ്പോൾ ഞാനിവിടെ ഒരു സെർച്ച് ബോക്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ വന്നിട്ട് മാത്യു എന്നടിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വേറൊരു പേരടിച്ച് കെവിൻ എന്നടിച്ചു കഴിഞ്ഞാൽ കെവിൻ്റെ ഫുൾ ഡീറ്റെയിലാണ് എനിക്ക് സെലക്ട് ചെയ്ത് തന്നത്. അതുപോലെ തന്നെ ഞാനിവിടെ ജോൺ എന്നടിച്ചു കഴിഞ്ഞാൽ ജോണിൻ്റെ ഡീറ്റെയിൽ. അതുപോലെ ഇവിടെ ജെനറ്റ് എന്നുള്ളത് ഞാൻ സെലക്ട് ചെയ്യാവുന്നു. അപ്പോൾ ഞാനിവിടെ ജെനറ്റ് എന്ന് ഞാൻ പ്രസ് ചെയ്യുമ്പോൾ ജെനറ്റിൻ്റെ ഡീറ്റെയിലെല്ലാം നമുക്ക് എളുപ്പത്തിന്, ഇപ്പം നമുക്ക് ഡേറ്റാബേസ് കുറേ ഉണ്ടെങ്കിൽ ജെനറ്റ് എവിടെയെല്ലാം ഉണ്ടോ അതെല്ലാം നമുക്ക് സെലക്ട് ചെയ്ത് തരും. അതുപോലെ തന്നെ ചിലപ്പോൾ നമുക്ക് ഡിപ്പാർട്ട്മെൻറ്റിനെ ബേസ് ചെയ്തായിരിക്കും ചിലപ്പോൾ നമുക്ക് സെർച്ച് ചെയ്യേണ്ടത്. അക്കൗണ്ട്സ്, മാർക്കറ്റിംഗ്, പേഴ്സണൽ എന്ന് പറഞ്ഞ കുറേ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ അക്കൗണ്ട്സ് മാത്രമായിട്ട് എനിക്കൊന്ന് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ കണ്ടില്ലേ, അക്കൗണ്ട്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ അക്കൗണ്ട്സ് മാത്രമായിട്ട് സെലക്ട് ചെയ്ത് തരും. അതുപോലെ തന്നെ നമുക്കിവിടെ വന്ന് മാർക്കറ്റിംഗ് എടുത്തു കഴിഞ്ഞാൽ മാർക്കറ്റിംഗ് മാത്രമായിട്ട് എവിടെയെല്ലാം മാർക്കറ്റിംഗ് ഉണ്ടോ അതെല്ലാം സെലക്ട് ചെയ്ത് തരും. പിന്നെ നമുക്ക് പേഴ്സണൽ ഡിപ്പാർട്ട്മെൻറ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ പേഴ്സണൽ ഡിപ്പാർട്ട്മെൻറ്റ് എടുക്കുക. ഇനി ഏതെങ്കിലും സമയത്ത് നമ്മൾ ഈ അക്കൗണ്ട്സ് എടുത്തു അത് നമുക്ക് ഈ അക്കൗണ്ട്സ് മാത്രമായിട്ട് നമുക്കൊന്ന് ഒരു ലിസ്റ്റ് എടുക്കണം കേട്ടോ. ഈ അക്കൗണ്ട്സിൻ്റെ മാത്രമായിട്ട് ലിസ്റ്റ് എടുക്കണമെങ്കിൽ ഇവിടെ വെച്ച് റൈറ്റ് ബട്ടൺ ചെയ്യുക, ഇവിടെ ഫിൽറ്റർ എന്നെടുക്കുക. ഇവിടെ പറയണം ഫിൽറ്റർ ബൈ സെലക്റ്റഡ് സെൽസ് ടു കളർ എന്നെടുത്തു കഴിഞ്ഞാൽ കണ്ടില്ലേ, ഈ അക്കൗണ്ട്സ് മാത്രമായിട്ട് നമുക്ക് ലിസ്റ്റ് കിട്ടി. വേണേൽ ഇത് നമ്മൾ കോപ്പി ചെയ്തിട്ട് നമുക്ക് പേസ്റ്റ് ചെയ്ത് നമുക്ക് പ്രിൻ്റ് എടുക്കാൻ പറ്റും. ഇത് പോകണമെന്നുണ്ടെങ്കിൽ ഡേറ്റ എടുത്ത് ഫിൽറ്റർ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇങ്ങനെ നമുക്ക് ഇനി അടുത്ത വേറൊരെണ്ണം കൂടെ നോക്കാം. നമുക്ക് ഇവിടെ ഞാനിവിടെ സ്റ്റുഡൻറ്റിൻ്റെ ഒരു മാർക്ക് ലിസ്റ്റാണ് എടുത്തത്. ഇവിടെ സ്റ്റുഡൻ്റ് നെയിമുണ്ട്, ഇവിടെ എല്ലാം മാർക്സ്, ഇവിടെ ഗ്രേഡ്. എനിക്ക് ഈ A+കാരെ മാത്രമായിട്ട് എനിക്കൊന്ന് സെലക്ട് ചെയ്യണമെങ്കിൽ ഇതുപോലെ ഞാൻ ഇവിടെ സെർച്ച് ബോക്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ വന്ന് A+ എന്നടിച്ചു കഴിഞ്ഞാൽ കണ്ടില്ലേ, A+ കിട്ടിയവരെ മാത്രമായിട്ട് സെലക്റ്റായി. ഇങ്ങനെ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്കൊരു സെർച്ച് ബോക്സ് ഇവിടെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇത് നമ്മൾ കണ്ടീഷണൽ ഫോർമാറ്റിംഗ് ഉപയോഗിച്ചാണ് നമ്മൾ ഈ സെർച്ച് ബോക്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. സ്റ്റാർട്ട് ചെയ്യാം. എക്സലിൽ ഒരു ഡേറ്റാബേസ് ഫയൽ വർക്ക്ഷീറ്റ് ഞാൻ സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇതൊരു ഡേറ്റാബേസ് ഫയലാണ്. അപ്പോൾ ഇതിൻ്റെ എംപ്ലോയിയുടെ നെയിമുണ്ട്, ഡിപ്പാർട്ട്മെൻറ്റ്, ബേസിക് സാലറി, HRA, TA, നെറ്റ് സാലറി, ജോയിൻ ഡേറ്റ, നമ്പർ ഓഫ് ഇയേഴ്സ്, ഗ്രേഡ്. ഇതൊരു ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൻ്റെ ഒരു വർക്ക്ഷീറ്റാണ്. അപ്പോൾ ഇതിൻ്റെ ഈ എംപ്ലോയിൻ്റെ നെയിം വെച്ചിട്ട് എനിക്കൊന്ന് സെർച്ച് ചെയ്യണം. സെർച്ച് ചെയ്യുമ്പോൾ എനിക്ക് ഇതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽ, ആ നെയിമിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽ എനിക്ക് കളറോട് കൂടി ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചു തരണം സെർച്ച് ചെയ്യുമ്പോൾ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഒരു സെർച്ച് ബോക്സ് ക്രിയേറ്റ് ചെയ്യാം. ആദ്യം നമ്മൾ സെർച്ച് ബോക്സ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഇൻസെർട്ട് എടുത്തിട്ട് റോ എടുക്കുക. ഞാൻ 2 റോ ഇൻസെർട്ട് ചെയ്തു. എന്നിട്ട് ഞാനിവിടെ സെർച്ച് എന്ന് അടിച്ചു കൊടുത്തു. ഇവിടെ സെർച്ച് എന്നിട്ട് ടൈപ്പ് അടിച്ചു. അതിനൊരു കളറൊക്കെ കൊടുത്തു, ഒരു കളർ കൊടുത്തു. എന്നിട്ട് ഇതിനെ കുറച്ചുകൂടെ സൈസൊക്കെ കൂട്ടി. അപ്പം ഇതാണ് എനിക്ക് ഇവിടെ ഞാൻ ടൈപ്പ് അടിച്ച് ഈ എംപ്ലോയിയുടെ പേര് ഞാനിവിടെ ടൈപ്പ് അടിച്ച് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ എനിക്കിവിടെ ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചു തരണം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട എന്താണ്, ഇതുപോലെ ഒരു സെർച്ച് എന്ന് ടൈപ്പ് അടിച്ചു, ഇവിടെ കളർ ചെയ്തു. എന്നിട്ട് ഞാൻ ഡേറ്റ വാലിഡേഷൻ സെറ്റ് ചെയ്യാൻ പോവാണ്. ഡേറ്റ എടുത്തിട്ട് ഡേറ്റ വാലിഡേഷൻ എടുത്തു. എന്നിട്ട് ഞാനിവിടെ വന്നിട്ട് ലിസ്റ്റ് എടുത്തിട്ട് ഇവിടെ വന്ന് സോഴ്സ് വെച്ചാൽ എന്താണ് സെർച്ച് ചെയ്യേണ്ടത്, ഈ പേരാണ് എനിക്ക് അവിടെ വരേണ്ടത്. അപ്പോൾ ഞാൻ ആ പേരെടുത്തിട്ട് ഓക്കെ പറഞ്ഞു.
ഓക്കെ പറഞ്ഞപ്പോൾ എന്ത് ചെയ്തു, എനിക്കിവിടെ പേര് ഓട്ടോമാറ്റിക്കായിട്ട് എനിക്ക് ടൈപ്പ് അടിക്കാതെ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ എനിക്ക് ഇപ്പോൾ ജനറ്റ് എടുത്തു കഴിഞ്ഞാൽ ജനറ്റിൻ്റെ പേര് ഇവിടെ വരണം. അല്ലെങ്കിൽ കെവിനാണ് എടുക്കുന്നെങ്കിൽ കെവിൻ്റെ ഇപ്പോൾ നമ്മൾ സെറ്റ് ചെയ്തിട്ടില്ല. സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് സെലക്ട് ചെയ്ത് നമ്മളെ കാണിക്കുമായിരുന്നു. അപ്പോൾ നമുക്കങ്ങനെ ഇത് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം നമ്മൾ ഡേറ്റ മൊത്തം സെലക്ട് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യണം, ഹോം എടുത്തിട്ട് കണ്ടീഷണൽ ഫോർമാറ്റിംഗ് എടുക്കുക. എന്നിട്ട് ന്യൂ റൂൾ എന്നുള്ള എടുക്കണം. എന്നിട്ടിവിടെ നമ്മൾ യൂസ് എ ഫോർമുല ടു ഡിറ്റർമൈൻ വിച്ച് സെൽ ടു ഫോർമാറ്റ് എന്നുള്ള സെലക്ട് ചെയ്യണം. എന്നിട്ട് ഈ ഒരു ബോക്സിൽ ക്ലിക്ക് ചെയ്തിട്ട് ഏതിനെയാണ് സെർച്ച് ചെയ്യേണ്ടത് നമ്മളിവിടെ ഇങ്ങോട്ട് നീക്കിയിട്ട് നമുക്ക് സെർച്ച് ചെയ്യേണ്ടത് ഇതാണ് സെർച്ച് ചെയ്യേണ്ടത്, അത് നമ്മൾ കാണിച്ചു കൊടുക്കുക. ഈക്വൽ ടു എന്തിനെ ബേസ് ചെയ്തിട്ടാണ്, നമ്മൾ ഏത് കോളത്തെ ബേസ് ചെയ്തിട്ടാണ്, ഞാൻ പറഞ്ഞു ഈ എംപ്ലോയിയുടെ പേരിനെ ബേസ് ചെയ്യണം. അപ്പോൾ നമ്മൾ എംപ്ലോയിയുടെ പേരിൻ്റെ ഈ ഒരു സെല്ല് കാണിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മളിവിടെ ഡോളർ സിമ്പിൾ കോളമാണ് നമുക്ക് ഫിക്സ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഈ ഡോളർ നമ്മൾ മാറ്റി കൊടുത്തു. എന്നിട്ട് ഫോർമാറ്റ് എടുക്കുക. എന്നിട്ട് ഫില്ലെടുക്കുക. ഏതെങ്കിലും ഒരു കളർ ഞാൻ എടുത്തു. എന്നിട്ട് കളർ എടുത്തിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കളർ എടുത്തു. എന്നിട്ട് ഓക്കെ പറയാം. ഓക്കെ പറഞ്ഞു. എന്നിട്ടിവിടെ ഓക്കെ പറയുക. അപ്പോൾ കണ്ടില്ലേ, കെവിൻ എന്നുള്ളത് ഇവിടെ സെലക്ട് ചെയ്യുകയാണ്. ഇപ്പം ഈ ജനറ്റിനെയാണ് എനിക്ക് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജനറ്റ് എടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ജനറ്റ് സെലക്ട്. അതുപോലെ എനിക്ക് അബ്ദുള്ളയാണ് സെലക്ട് ചെയ്യണമെങ്കിൽ എവിടെയെല്ലാം അബ്ദുള്ള ഉണ്ടോ അബ്ദുള്ള എവിടെയെല്ലാം ഉണ്ടെങ്കിൽ അതെല്ലാം കാണിച്ചു തരും. ഇപ്പോൾ ഒന്നേ ഉള്ളൂ. അതുപോലെ നമുക്ക് വേറൊരെണ്ണം നമുക്ക് സെലക്ട് ചെയ്യാണ്. ഈ കെവിൻ സെലക്ട് മാത്യു എന്നുള്ള ആളെയാണ് സെലക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ മാത്യുവിന് എടുത്തു കഴിഞ്ഞാൽ മാത്യുവിനെ സെലക്ട് ചെയ്ത് ഇങ്ങനെ നമുക്ക് എളുപ്പത്തിൽ ഒരു സെർച്ച് ബോക്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് സെർച്ച് ചെയ്യാൻ പറ്റും. വേറൊരു ഉദാഹരണത്തിന് നമുക്ക് വേറൊരെണ്ണം സെർച്ച് ചെയ്യാൻ പോവാണ്. ഇത് വേണ്ട, ഡിപ്പാർട്ട്മെൻറ്റ് എന്നുള്ളതിന് വെച്ചിട്ട് നമ്മളിവിടെ സെർച്ച് എന്നൊരു ബട്ടന് സെർച്ച് ചെയ്തു. ഇതുപോലെ തന്നെ നമുക്ക് ഡിപ്പാർട്ട്മെൻറ്റിനെ ബേസ് ചെയ്ത് നമുക്കൊന്ന് സെർച്ച് ചെയ്യാം. നമ്മൾ ആദ്യം ഇവിടെ കൊണ്ടുവച്ചിട്ട് ഡേറ്റ എടുത്തിട്ട് എന്ത് ചെയ്യണം, ഡേറ്റ വാലിഡേഷൻ സെറ്റ് ചെയ്യുക. ലിസ്റ്റ് എടുത്തു. എന്നിട്ട് ഇവിടെ വന്നിട്ട് ഈ ലിസ്റ്റ് എടുത്തിട്ട് നമുക്കിപ്പോൾ സെർച്ച് ചെയ്യേണ്ടത് കേട്ടോ. ആ ഭാഗം അത്രയും കാണിച്ചു കൊടുത്തു. ഓക്കെ പറഞ്ഞു. അപ്പോൾ നമുക്കിവിടെ ഡേറ്റ വാലിഡേഷൻ നമ്മളിവിടെ സെറ്റ് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്യണം, നമുക്കിവിടെ കമാൻഡ് കൊടുക്കണം. സെർച്ച് ബോക്സിൽ കമാൻഡ് കൊടുക്കണേ. ആദ്യം നമ്മൾ ഡേറ്റാസിനെ മൊത്തത്തിൽ നമ്മളിങ്ങനെ സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം, ഹോം എടുത്തിട്ട് കണ്ടീഷൻ ഫോർമാറ്റിംഗ് എടുക്കുക, ന്യൂ റൂൾ എടുക്കണം. എന്നിട്ട് യൂസ് എ ഫോർമുല ക്ലിക്ക് ചെയ്തു. ഇവിടെ വന്ന് ക്ലിക്ക് ചെയ്തിട്ട് എന്തിനാണോ സെർച്ച് ചെയ്യേണ്ടത് ഈ ഒരു ബോക്സിനെയാണ് നമുക്ക് സെർച്ച് ചെയ്യേണ്ടത്. ഈക്വൽ ടു ഏതിനെ ബേസ് ചെയ്യണം, ഈ ഡിപ്പാർട്ട്മെൻറ്റിനെയാണ് നമുക്ക് ബേസ് ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യണം, ഈ ഡോളർ സിമ്പിൾ നമ്മളങ്ങ് ഡിലീറ്റ് ചെയ്യണം. ഓക്കെ. എന്നിട്ട് ഫോർമാറ്റ് എടുത്തിട്ട് നമ്മൾ ഫില്ലെടുക്കുക. ഏത് കളർ കൊണ്ടാണ് നമുക്ക് ഫില്ല് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ആ കളർ എടുത്തിട്ട് ഓക്കെ, ഏതെങ്കിലും കളർ കൊടുത്തിട്ട് ഓക്കെ പറയാം. ഓക്കെ പറഞ്ഞു. ഇനി ഞാനിവിടെ വന്നിട്ട് അക്കൗണ്ട്സ് ഒന്ന് സെലക്ട് ചെയ്താൽ കണ്ടില്ലേ, അവർ ഈ അക്കൗണ്ട്സ് മാത്രമായിട്ട് സെലക്ട് ചെയ്ത് കാണിച്ചു തരും. കണ്ടോ, ഈ അക്കൗണ്ട്സ് എല്ലാം കണ്ടില്ലേ. അപ്പോൾ കുറേ ഉണ്ടെങ്കിൽ ഏത് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള അക്കൗണ്ട്സ് ഉള്ള ആൾക്കാരെ മൊത്തം സെലക്ട് ചെയ്തു. പിന്നെ ഞാനിവിടെ മാർക്കറ്റിംഗ് എടുത്തു കഴിഞ്ഞാൽ മാർക്കറ്റിംഗ് ഉള്ള ആൾക്കാർ ആരൊക്കെയുണ്ടോ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കത് സെർച്ച് ചെയ്ത് തരും. ഇനി ഏതെങ്കിലും സമയത്ത് നമുക്ക് ഈ അക്കൗണ്ട്സ് ഉള്ളത് മാത്രമായിട്ട് നമുക്ക് ഒന്ന് പ്രിൻ്റ് എടുക്കണം, അല്ല ഒരു ലിസ്റ്റ് എടുക്കണമെങ്കിൽ ഇവിടെ കൊണ്ടുവച്ചിട്ട് റൈറ്റ് ബട്ടൺ ചെയ്തിട്ട് ഇവിടെ ഫിൽറ്റർ എടുക്കുക. ഫിൽറ്റർ എടുത്തിട്ട് കണ്ടില്ലേ, ഫിൽറ്റർ ബൈ സെലക്റ്റഡ് സെൽ ടു കളർ എന്നുള്ള ഒരെണ്ണമുണ്ട്. അവിടെ എടുത്തു കഴിഞ്ഞാൽ കണ്ടില്ലേ, അക്കൗണ്ട്സ് മാത്രമായിട്ടുള്ളവരുടെ ലിസ്റ്റ് നമുക്ക് കിട്ടി. വേണമെങ്കിൽ ഇതിനെ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ മാത്രമായിട്ട് ഒരു പ്രിൻ്റ് എടുക്കാൻ പറ്റും. പിന്നെ ഇത് പോകണമെങ്കിൽ എന്ത് ചെയ്യണം, ഡേറ്റ എടുത്തിട്ട് ഫിൽറ്റർ ഒന്നുകൂടെ പ്രസ് ചെയ്യുവാണെങ്കിൽ അത് പോവുകയും ചെയ്തു. ഇങ്ങനെ നമുക്ക് അക്കൗണ്ട്സ് എടുത്തു കഴിഞ്ഞ് മാർക്കറ്റിംഗ് ഉള്ള ആൾക്കാരെ മാത്രമായിട്ട്, അല്ലെങ്കിൽ പേഴ്സണൽ ഡിപ്പാർട്ട്മെൻ്റ് ഉള്ളവരെ മാത്രം കണ്ടുപിടിക്കണം. ഇങ്ങനെ നമുക്ക് വളരെ ഈസി ആയിട്ട് നമ്മുടെ പേഴ്സണൽ ഡിപ്പാർട്ട്മെൻറ്റ് മാത്രമാണ് അവർ സെലക്ട് ചെയ്ത് കാണിച്ചത്. ഇനി നമുക്ക് ഇതുപോലെ തന്നെ ഇതേ ടെക്നിക്ക് തന്നെ നമുക്കൊരു പ്രോഡക്റ്റിൻ്റെ പേര്, ഇതൊരു പ്രോഡക്റ്റിൻ്റെ ഡേറ്റാബേസാണ്. ഉണ്ടോ, പ്രോഡക്റ്റിൻ്റെ ഡീറ്റെയിൽ. ഇപ്പോൾ പ്രോഡക്റ്റ് ഉണ്ട്, കാറ്റഗറി, എമൗണ്ട്, ഡേറ്റ, കൺട്രി. അപ്പോൾ ഈ പ്രോഡക്റ്റിൽ ആപ്പിളുണ്ട്, ബനാനയുണ്ട്, ക്യാരറ്റുണ്ട്. അപ്പോൾ എനിക്ക് ആപ്പിളിനെ മാത്രമായിട്ട് എനിക്ക് സെലക്ട് ചെയ്യണം, അല്ലെങ്കിൽ എനിക്ക് ബനാനയുടെ ആ ഒരു ഫുൾ ഡീറ്റെയിൽ എനിക്ക് സെലക്ട് ചെയ്ത് കാണിച്ചു തരണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം എവിടെയെങ്കിലും പോയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, സെർച്ച് നടിക്കുക. ഇവിടെ നമ്മൾ സെർച്ച് നടിച്ചു. അപ്പോൾ കാണിച്ച പോലെ തന്നെ വേണമെങ്കിൽ അതിനെ കുറച്ച് ഹോം എടുത്തിട്ട് കുറച്ചൊരു
സൈസൊക്കെ ഒന്ന് വലുതാക്കി. എന്നിട്ട് ഇവിടെ ഇങ്ങനെ വേണം എനിക്കൊരു ബോക്സ് ക്രിയേറ്റ് ചെയ്യാൻ. അത് നമ്മളൊരു കളർ ചെയ്ത് വെച്ചു. എന്നിട്ട് എന്ത് ചെയ്യണം, എനിക്കിത് ഈ പ്രോഡക്റ്റാണ് ഇവിടെ വരേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഡേറ്റ എടുത്തിട്ട് ഡേറ്റ വാലിഡേഷൻ എടുക്കുക. എന്നിട്ട് ഇവിടെ വന്നിട്ട് ലിസ്റ്റ് എടുക്കുക. എന്നിട്ട് ഈ ഒരു ഐറ്റമാണ് നമുക്കവിടെ വരേണ്ടത്. അതിനെ നമ്മളിങ്ങനെ സെലക്ട് ചെയ്തിട്ട് ഓക്കെ പറഞ്ഞു. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് അത് ഇവിടെ വന്നില്ലേ. ഇവിടെ വന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ കിട്ടിയിട്ടില്ല. ഇനി എന്ത് ചെയ്യണം, നമ്മളാണെങ്കിൽ ഇവിടെ വന്നിട്ട് കണ്ടീഷൻ ഫോർമാറ്റിംഗ് നമ്മളിവിടെ സെറ്റ് ചെയ്യണം. അപ്പോൾ ആദ്യം അതിനെ നമ്മൾ സെലക്ട് ചെയ്യുക. ഹോമിൽ പ്രസ് ചെയ്തിട്ട് കണ്ടീഷൻ ഫോർമാറ്റിംഗ് എടുത്തു. എന്തെടുക്കണം, 100 റൂൾ എടുത്തു. എന്നിട്ട് യൂസർ ഫോർമുല എടുത്തു. ഈ ബോക്സിൽ വന്ന് ക്ലിക്ക് ചെയ്തു. അപ്പോൾ ചോദിക്കുന്നത് ഇതിനെയാണ് സെർച്ച് ചെയ്യേണ്ടത്. ഈക്വൽ ടു എന്തിനെ ബേസ് ചെയ്യണം, നമുക്ക് ബേസ് ചെയ്യേണ്ടത് ഈ പ്രോഡക്റ്റിനെയാണ്. അപ്പോൾ ഈ ആപ്പിൾ എന്നുള്ളതിൻ്റെ ഈ ഒരു കോളം കാണിച്ചു കൊടുക്കുക. എന്നിട്ട് ഇവിടെ വന്നിട്ട് നമ്മൾ ഈ ഒരു ഡോളർ സിമ്പൽ അങ്ങ് ഡിലീറ്റ് ചെയ്തു. എന്നിട്ട് ഏത് കളറാണ് നമുക്ക് വേണ്ടത്, എനിക്ക് ഈ കളറാണ് വേണ്ടത്. പിന്നെ അതിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ ഫോണ്ടിൻ്റെ കളറൂടെ നമുക്കൊന്ന് മാറ്റി കൊടുക്കാം. ഒരു വൈറ്റ് കളറൂടെ കൊടുത്തു. ഓക്കെ. എന്നിട്ട് ഇവിടെ ഓക്കെ പറഞ്ഞു. കണ്ടോ, അപ്പോൾ ആപ്പിളൊക്കെ കണ്ടില്ലേ, നമുക്ക് ഈ പ്രോഡക്റ്റിലെ ആപ്പിൾ മാത്രമാണ് അവർ സെലക്ട് ചെയ്ത് തന്നെ. ഇനി അതുമല്ല, നമ്മളിവിടെ വന്നിട്ട് ഞാൻ ക്യാരറ്റ് എടുത്തു കഴിഞ്ഞാലോ, ക്യാരറ്റ് മാത്രമേ എവിടെയൊക്കെ ഉണ്ടോ ക്യാരറ്റ് അതെല്ലാം സെലക്ട് ചെയ്ത് തരും. ഇതിപ്പം കുറച്ചേ ഉള്ളതുകൊണ്ട് നമുക്ക് എളുപ്പത്തിന് സെർച്ച് ചെയ്യാൻ പറ്റും. കുറേ ഒരു 1000-2000 ഐറ്റംസ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് ഈ ഒരു കാര്യം മാത്രമായിട്ട് സെലക്ട് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടോ, ബനാന. അതുപോലെ ഇനി ബനാന മാത്രമായിട്ട് എനിക്കൊരു പ്രിൻ്റ് എടുക്കണം എങ്കിൽ നമ്മളിവിടെ വരിക, റൈറ്റ് ബട്ടൺ ചെയ്യുക, ഇവിടെ ഫിൽറ്റർ എടുക്കുക, ഫിൽറ്റർ ബൈ കളർ ഇതെടുക്കണം. ഇതെടുത്ത് കഴിഞ്ഞാൽ കണ്ടില്ലേ, ബനാന മാത്രമായിട്ട് സെലക്ട് ചെയ്ത് തന്നു. ഇങ്ങനെ നമുക്ക് വളരെ ഇത് പോകണമെങ്കിലോ ഡേറ്റ എടുത്തിട്ട് ഫിൽറ്ററൊന്നും എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പോയി. ഇങ്ങനെ വളരെ ഈസി ആയിട്ട് നമുക്ക് സെർച്ച് ബോക്സ് ഇതുപോലെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് എക്സലിൽ വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒന്ന് തന്നെയാണ്. ഇതിനകത്തൊരു കമാൻഡോ ഫോർമുലാസോ ഒന്നും നമുക്ക് അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല. കോഡിങ്ങിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല. അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യണം. താങ്ക് യു.